ഹായ് കൂട്ടുകാരെ, നാളെ ഇന്ത്യ ചെന്നൈ ചെപ്പോക്ക് ചിദംബരം സ്റ്റേഡിയത്തിൽ സിംബാബ്വെ നേരിടുമ്പോൾ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ സഞ്ജു വി സാംസൺ എന്നുള്ള പേരുണ്ടാവും. അത് അഞ്ചാമനും നാലാമനായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആവില്ല കേട്ടോ. ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ വിത്ത് വിക്കറ്റ് കീപ്പർ ഈശാനെ എന്തായാലും മാറ്റും. ഈശാൻ കാര്യമൊന്നുമില്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ട് ചമ്പിയാൻ കൂടി സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ പുള്ളിക്കാരനോട് പറ്റണില്ല. അത്രയ്ക്കും മാത്രം ഫ്ലോപ്പാണ് കീപ്പിങ്ങിൽ. ഓപ്പണിംഗ് ബാറ്റിങ്ങിൽ പുള്ളിക്കാരൻ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മുടെ സഞ്ജു വി സാംസനാണ് ഇപ്പോൾ ഗ്ലൗസ് അണിയാൻ വേണ്ടിയിട്ട് നാളെ പോണത്. അപ്പൊ എല്ലാ കൂട്ടുകാരും ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, ലൈക്ക് അടിച്ചോളൂ, ഷെയർ ചെയ്തോളൂ. നമ്മുടെ സഞ്ജു വി സാംസൺ എന്തായാലും നാളത്തെ കളിയിൽ ഒരു സെഞ്ചുറി അടിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ ഒന്ന് രക്ഷിക്കണേ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയ്ക്കും മാത്രം പുള്ളിക്കാരൻ ടെൻഷൻ അനുഭവിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഓരോ കളിയിലും അത്രയും മാത്രം ടെൻഷനാണ്. സഞ്ജു ബാറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് സഞ്ജുവിനെക്കാട്ടിയും ടെൻഷൻ ആ കളി കാണുന്ന നമുക്കാണ്. സഞ്ജു ഭഗവാനെ, സഞ്ജു ഒന്ന് സിക്സ് അടിക്കണേ, സഞ്ജു ഒന്ന് പിടിച്ച് നിൽക്കണേ, ഫസ്റ്റ് തന്നെ ബാക്ക് ഫുട്ട് കളിച്ചിട്ട് ഔട്ടാവില്ലേ എന്നൊക്കെ ഉള്ള പേടിയാണ്. കാരണം പണ്ടൊക്കെ സഞ്ജു പറഞ്ഞ ബാക്ക് ഇറങ്ങി കളിക്കാറില്ല. ഇപ്പൊ സഞ്ജു ബാക്കും സ്റ്റമ്പിലേക്ക് കാല് മുട്ടുമെന്ന് വരെ പേടി തോന്നും. അത്രയ്ക്ക് ഇറങ്ങി നിന്നിട്ടാണ് കളിക്കുന്നത്. അപ്പൊ ടൈമിങ് കിട്ടണില്ല. പന്ത് സ്ലോ ബോൾ എറിഞ്ഞാലോ അല്ലെങ്കിൽ ഫാസ്റ്റ് കൂട്ടി എറിഞ്ഞാലോ ബൗൺസ് എറിഞ്ഞാലോ സഞ്ജുവിന് ആ ഒരു കാല് ബാക്കിലേക്ക് ബാക്ക് ഫുട്ട് വെച്ച് കളിക്കുമ്പോൾ സഞ്ജുവിന് ശരിക്കും കളിക്കാൻ പറ്റണില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ട് നാളത്തെ കളിയിൽ സഞ്ജു ആ പഴയ സഞ്ജു ആയിട്ട് തിരിച്ചു വന്ന് ഇന്ത്യനെ ജയിപ്പിക്കണം. അതാണ് വലിയൊരു ആഗ്രഹം. കാരണം ഇന്ത്യ പോയിന്റ് അടിസ്ഥാനത്തിൽ വളരെ ലോയിലാണ്. 4ാം സ്ഥാനത്താണ് കിടക്കുന്നത്. 4ാം സ്ഥാനത്തല്ല, 3ാം സ്ഥാനത്താണ്. സിംബാബ്വെയാണ് ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസ് ആയിട്ട് വമ്പൻ തോൽവി തോറ്റുകൊണ്ട് സിംബാബ്വെ കിടക്കുന്നുണ്ട്. പക്ഷെ ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസും മത്സരത്തിന്റെ ഇതുപോലെ ഇരിക്കും ഇന്ത്യക്കുള്ള ഇനിയുള്ള സാധ്യത. ആ ഉച്ചയ്ക്ക് നടക്കുന്ന, അതായത് നാളെ നടക്കുന്ന ഉച്ചയ്ക്കത്തെ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിക്കണം. അതേപോലെ തന്നെ ഇന്ത്യ സിംബാബ്വെനെ തോൽപ്പിക്കുകയും വേണം. വെസ്റ്റ് ഇൻഡീസ് ആയിട്ടുള്ള മത്സരത്തിലും ഇന്ത്യ ജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് സാധ്യത ഉള്ളൂ. ഇപ്പോഴത്തെ നിലവിൽ സാധാരണ 2 ജയിച്ചാലൊന്നും കയറാൻ പറ്റില്ല. കാരണം നെറ്റ് റൺ റേറ്റിൽ വളരെ പിന്നിലാണ് ഇപ്പൊ ഇന്ത്യ നിൽക്കുന്നത്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും സബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത്, കുറെ ആളുകൾ പറഞ്ഞു സഞ്ജുവിന് 2020 വേൾഡ് കപ്പിലേക്ക് ചാൻസ് കിട്ടിയിട്ട് എന്താ കാര്യം, പുള്ളിക്കാരൻ ആ ലാസ്റ്റ് 5 മാച്ച് ന്യൂസിലാൻഡായിട്ട് വന്നതിൽ എന്നിട്ട് മാങ്ങാത്തൊലിയാണ് കാണിച്ചത്. ഒരു മാങ്ങാത്തൊലിയും കാണിച്ചില്ല, സംഭവം ഓക്കെ. പക്ഷെ ഈ 2020 നമീബിയക്കെതിരെ നല്ലൊരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. 8 ബോളിന് 22 റൺസ്, 3 സിക്സും ഒരു 4 അടങ്ങിയ ഇന്നിങ്സ് ആയിരുന്നു. അത് നിസാര ഇന്നിങ്സ് ഒന്നുമല്ല. അപ്പൊ ആ ഒരു ഇന്നിങ്സ് കളിച്ച വ്യക്തിനെ മാറ്റിയിരുത്തിയിട്ട് ഈ ഏത് നേരം മുട്ടയിട്ടോണ്ടിരിക്കുന്ന അഭിഷേക് ശർമ്മയ്ക്ക് എത്ര അവസരങ്ങളാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അഭിഷേക് ശർമ്മയ്ക്ക് ഇത്രയും മാത്രം അവസരങ്ങൾ കൊടുക്കുന്നത്, സഞ്ജുവിന് അവസരങ്ങൾ കിട്ടില്ല. ഒരു ഈ 1 ഡേ സീരീസ്, ഈ 20 സീരീസ്, ഈ 5 മത്സരത്തിന്റെ സീരീസ് പോലെയല്ല. ഇന്റർനാഷണൽ 2020 ICCയുടെ കളികൾ വരുന്ന സമയത്ത് പല ടീമുകളായിട്ട് മാറ്റി വയ്ക്കുന്ന ഒരു കളിയാണ്. അപ്പൊ ആ ഒരു കളിയിലേക്ക് ഒരു അവസരം സഞ്ജുവിന് കൊടുക്കന്നെ വേണം. ഇതിലിപ്പോ ഗൗതം ഗംഭീർ കോച്ചായിരിക്കുന്നിടത്തോളം കാലം സഞ്ജു സാംസന് നല്ല രീതിയിലുള്ള അവസരം കിട്ടുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം സൂര്യകുമാർ യാദവ് നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നാണ് സഞ്ജു വി സാംസന്. അതേ സൂര്യകുമാർ യാദവ് തന്നെയാണ് ഇപ്പൊ ഈ സഞ്ജുവിനെ ഇറക്കാൻ ഒരു മടി കാണിക്കുന്നത്. സൂര്യകുമാർ യാദവിനോട് പത്രസമ്മേളനത്തിൽ ചോദിച്ച സമയത്ത് ഇനി തിലകനെ മാറ്റണോ അല്ലെങ്കിൽ അഭിഷേകം മാറ്റണം, ആ സ്ഥാനത്ത് മാറ്റിയിട്ട് സഞ്ജുവിനെ ഇറക്കണമെന്നൊരു പുച്ഛം അനുഭവത്തോട് കൂടി ഒരു ചിരി ചിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ കളിയിൽ ഏതാണ്ട് തീരുമാനമാവുന്നു. അത്രയ്ക്ക് ഒരു അഹങ്കാരം പിടിച്ചൊരു വാക്കാണ് സൂര്യകുമാർ യാദവിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിനുള്ള ഒരു തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോ അഹങ്കാരത്തിന്റെ കാര്യമൊന്നും പറയുന്നില്ല. നാളത്തെ കളി ഇന്ത്യ ജയിക്കണം. നാളത്തെ കളി ജയിച്ചാൽ മാത്രം പോരാ, നല്ല ജയം ജയിക്കും വേണം. സഞ്ജു സാംസനെ ഇറങ്ങും വേണം. ലൈക്ക് അടിച്ച് സബ് ചെയ്ത് ഒന്ന് നോക്കോളും.